കയ്പ്പ് രസം കൂടുതലുള്ളതുകൊണ്ട് മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കാൻ മടിക്കുന്ന ഒരു പച്ചക്കറിയാണല്ലേ പാവയ്ക്ക. എന്നാൽ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് കുറച്ച് ഒരു തോരനാക്കി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ സ്വാദോടെ കഴിക്കാം. പാവയ്ക്കയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളൊക്കെ ശരീരത്തിന് നഷ്ടപ്പെടരുതല്ലോ. അതുകൊണ്ട് ഈ പാവയ്ക്ക തോരനൊന്ന് ഉണ്ടാക്കി നോക്കൂ. 2 പാവയ്ക്ക ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലെ കുരുവൊക്കെ ഒന്ന് നീക്കിയെടുക്കാം. കുരു കളഞ്ഞ ശേഷം നമുക്കിത് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനുള്ളതാണ്. കത്തി കൊണ്ടും അരിയാം, അതല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ കുരു കളയണമെന്നില്ല. കുരു സെപ്പറേറ്റ് ആയിട്ടൊന്ന് എണ്ണയിൽ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. പാവയ്ക്ക് ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലൊരു ഗ്രേറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ചെറിയ ഹോൾസ് ഉള്ള സൈഡോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ ഹോൾസ് ഉള്ള സൈഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈ വലിയ ഹോൾസ് ഉള്ള സൈഡാണിപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ തന്നെ അത്യാവശ്യം പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്കാണെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. അല്പം വാടിയതാണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി കുഴഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്ത് വരുമ്പോൾ എല്ലാം കറക്റ്റായി വന്നോളും. 2 പാവയ്ക്കയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് തിരുമ്മി വെക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമ്മി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനൊക്കെ പാവയ്ക്കയ്ക്ക് നല്ല കഴിവാണ്. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം. ഒരു ചെറിയ സവാള ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് പച്ചമുളക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാനൊരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിടുകയാണ്. അപ്പോൾ എരിവ് അധികം താല്പര്യമില്ലാത്തവർക്ക് തോരനിൽ നിന്ന് മുളക് മാറ്റിയിട്ട് കഴിക്കാം. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ വെക്കാം. പാവയ്ക്ക തോരനാണല്ലോ, അതുകൊണ്ട് ധാരാളം തേങ്ങ ഉപയോഗിക്കണം. 1/2 മുറി തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിക്കാം. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും എല്ലാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇത് ഈ ഒരു പാകത്തിന് കറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കരിയാതെയും ഒട്ടും പാകമാവാതെയും ഒന്നും പോവില്ല, കറക്റ്റായിരിക്കും. ഈ പാവയ്ക്ക നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം മാത്രം സവാളയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ സവാള പെട്ടെന്ന് മൂത്ത് പോവും. പാവയ്ക്ക നല്ല ബ്രൗൺ നിറമാവണം. അടുത്ത് നിന്ന് കണ്ടിന്യൂസ് ഇളക്കണം നിർബന്ധമൊന്നുമില്ല. ഈ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളും ചെയ്യാം. ചെറിയ തീയിൽ അങ്ങനെ ഇട്ടാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് വാടിക്കഴിയുമ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനിയും സമയമെടുക്കും. ഏതാണ്ട് 1/2 മണിക്കൂറോളം സമയമെടുക്കും ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരാൻ. അതുകൊണ്ട് പാവയ്ക്ക ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ആദ്യം ഇത് അടുപ്പത്തിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റു ജോലികൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ടൈം മാനേജ് ചെയ്യാൻ അതായിരിക്കും നല്ലത്. ഞാനിത് അടുപ്പിലിട്ടിട്ട് ഇടയിൽ പാത്രം കഴുകുന്നുണ്ട്, മറ്റു ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാവയ്ക്കയിലെ ആ നീരൊക്കെ വറ്റിയിട്ടുണ്ട്. കണ്ടാലൊരു ക്യാബേജ് തോരൻ പോലെയൊക്കെ ആയിട്ടുണ്ടല്ലേ. ഉപ്പ് കുറവായതുകൊണ്ട് ഒരല്പം കൂടി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം കയ്പുള്ള പാവയ്ക്കയാണ്. കയ്പ് കൂടുന്തോറും ഉപ്പൊരൽപ്പം കൂട്ടി ഇടേണ്ടി വരും. ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മറ്റ് തോരനിലൊക്കെ നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കാറില്ല. പക്ഷേ ഇവിടെ ഈ തേങ്ങയും പാവയ്ക്കയുടെ ഒപ്പം തന്നെ മൂത്ത് കിട്ടേണ്ടതാണ്. ഏതാണ്ട് നമ്മൾ തീയലിനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന പോലെ ആകും. ആ പാകം വരെ ആക്കിയെടുക്കുക. ഇനി അതല്ല,
ഈ ഒരു സ്വാദ് ഇഷ്ടമുള്ളവർക്ക് ഇത്രയും വെച്ചും നിർത്താം. തീ ഏറ്റവും കുറച്ച് വെക്കണം. എന്നിട്ട് 1-2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വരില്ല. കരിം പച്ച നിറമുള്ള പാവയ്ക്കയാണെങ്കിൽ കൂടുതൽ കയ്പ്പായിരിക്കും. അപ്പോൾ ഒരു അരമുറി നാരങ്ങ നീര് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കയ്പ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. ഒരുവിധം നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് പാകമായിട്ടുണ്ട്. വളരെ ആരോഗ്യപ്രദകരമായ ഈ ഒരു വെജിറ്റബിൾ ഒഴിവാക്കാതിരിക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.